ഹായ്, വെൽക്കം ടു സ്റ്റഡി ത്രില്ലർ. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലുള്ള എല്ലാ കുട്ടികളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തേക്കുക. കാരണം എല്ലാ സബ്ജക്റ്റുകളുടെയും ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇന്ന് നമുക്ക് എല്ലാ ക്ലാസ്സുകൾക്കും ആവശ്യമായിട്ടുള്ള ഹിന്ദിയിലെ കുറച്ച് ബേസിക് മീനിങ്ങുകളാണ് പഠിക്കാൻ പോകുന്നത്. കുറച്ച് സർവ്വനാമങ്ങളുടെ അർത്ഥങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഹിന്ദി പഠിക്കുന്ന എല്ലാ ക്ലാസ്സിലുമുള്ള കുട്ടികൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില അർത്ഥങ്ങളാണ് പറയാൻ പോകുന്നത്. സോ ഏത് ക്ലാസ്സെന്നൊന്നും നോക്കണ്ട, നിങ്ങൾ ഹിന്ദി പഠിക്കുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് കാണുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് സർവ്വനാമങ്ങൾ പഠിക്കാം. ആദ്യം മൈം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയാവുന്നൊരു മീനിങ് തന്നെയാണ്. മൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനെന്നാണ്. ഓക്കെ, ഞാൻ. ഇത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയായിരിക്കും. നെക്സ്റ്റ് രണ്ടാമത്തേത് നീ. നീ എന്നുള്ളതിൻ്റെ ഹിന്ദി എന്താണ്? നീ എന്ന് പറഞ്ഞാൽ എന്താണ്? തു ആണ്. തു. അപ്പോൾ മൈം ഞാനാണ്, തു നീയാണ്. ഇതാ നീ തൂന്ന് ഓർത്താൽ മതി കേട്ടോ. നീ തു, നീ തു ഓർത്ത് വെച്ചേക്ക്. തു എന്ന് പറഞ്ഞാൽ നീയാണ്. ഇനി മൈം. മൈം ഒരാളല്ലേ, ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ഇനി എൻ്റെ കൂടെ വേറെ കുറച്ച് ആൾക്കാരോട് ഉണ്ടെങ്കിൽ എന്ത് പറയും? ഞങ്ങളെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഹിന്ദി എന്താണ്? ഹം ആണ്. ഹം, ഞങ്ങൾ. ഓക്കെ, അടുത്തത് ഇനി നീ. നിൻ്റെ കൂടെ കുറേ പേരുണ്ടെങ്കിൽ എന്ത് പറയും? നിങ്ങളെന്ന് പറയും അല്ലേ. അതിൻ്റെ ഹിന്ദിയാണ് തും. തും, നിങ്ങൾ. ഇപ്പോൾ മൈം ഞാനാണ്, ഹം ആണെങ്കിൽ ഞങ്ങളായി, തു നീയാണ്, തും ആണെങ്കിൽ നിങ്ങളായി. ഇത് ഓർത്ത് വെച്ചോ. ഹം ഞങ്ങൾ, തും നിങ്ങൾ. ഞങ്ങൾ ഹം, നിങ്ങൾ തും, അങ്ങനെ ഓർത്ത് വെച്ചോ. ഓർക്കാൻ പറ്റും. അടുത്തത് വഹാണ്. വഹ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥമല്ല, നമുക്ക് 4 അർത്ഥങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന് അവൻ, അടുത്തത് അവൾ. അവനായാലും വഹെന്ന് പറയാം, അവളായാലും വഹെന്ന് പറയാം. അത് നമുക്ക് സാഹചര്യത്തിനനുസരിച്ച് അർത്ഥം നോക്കിയെടുത്താൽ മതി. ഇനി ഇത് രണ്ടും കൂടാതെ അത് എന്നൊരർത്ഥം കൂടിയുണ്ട്. പിന്നെ ആ ഇരിക്കുന്ന ബുക്ക് എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ആ. ഇപ്പോൾ വഹിൻ്റെ 4 അർത്ഥങ്ങളാണ്: അവൻ, അവൾ, അത്, ആ. ഇത്രയുമാണ് വഹിൻ്റെ അർത്ഥങ്ങൾ. ഇനി യഹിൻ്റെ അർത്ഥം നോക്കിയേ. വഹിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ യഹിൻ്റെ അർത്ഥം പഠിക്കാനൊരു പാടുമില്ല. ഈ ആ വരുന്ന ഭാഗങ്ങളിലെല്ലാം ഈ ചേർത്ത് കൊടുത്താൽ മതി. അതായത് അവൻ എന്നുള്ളത് ഇവിടെ വരുമ്പോൾ ഇവനാകും, അവൾ ഇവളാകും, അത് ഇത് ആകും, ആ എന്നുള്ളത് ഈ ആകും. കണ്ടില്ലേ? വഹ് യഹ് ആയപ്പോൾ വന്ന മാറ്റങ്ങൾ കണ്ടില്ലേ? അർത്ഥങ്ങളിലെ ആ എന്നുള്ളത് ഈ ആയി. ഇനി ഇതിൻ്റെ പ്ലൂറൽ, ഈ അവനും അവളും ഒക്കെ ഓരോരുത്തരല്ലേ ഉള്ളൂ. ഇനി അത് ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അവർ എന്ന് പറയും അല്ലേ. അപ്പോൾ അതിൻ്റെ ഹിന്ദി നോക്കാം. വേ. വേയുടെ മീനിങ് ആണ് അവർ. 2 മീനിങ് കൂടി ഉണ്ട്. അവ എന്നും പറയും. പിന്നെ നമുക്ക് ആരെങ്കിലും ബഹുമാനിക്കുമ്പോൾ നമ്മൾ അദ്ദേഹം എന്ന് പറയത്തില്ലേ, ആ ഒരു അദ്ദേഹം എന്നുള്ള അർത്ഥവും ഈ വേയിലാണ് വരുന്നത്. നേരത്തെ വഹിൻ്റെയും യഹിൻ്റെയും കാര്യത്തിൽ പറഞ്ഞ അതേ മാറ്റമാണ് ഇവിടെ സംഭവിക്കുന്നത്. അവിടെ വാ മാറി യാ ആയപ്പോൾ വന്ന അതേ മാറ്റം ഇവിടെയും വരും. അതായത് വേ എന്നുള്ളത് എ ആകുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ എല്ലാം ഈ ആകും. അതായത് അവർ എന്നുള്ളത് ഇവർ ആകും, അവ എന്നുള്ളത് ഇവയാകും, അദ്ദേഹം എന്നുള്ളത് ഇദ്ദേഹമാകും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത് പഠിക്കാൻ. ഒന്നുകൂടി പറയാം. മൈം ഞാൻ, തു നീ, ഹം ഞങ്ങൾ, തും നിങ്ങൾ, വഹ് അവൻ അവൾ അത് ആ, യഹ് ഇവൻ ഇവൾ ഇത് ഈ, വേ അവർ അവ അദ്ദേഹം, യേ ഇവർ ഇവ ഇദ്ദേഹം. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന മീനിങ്ങുകൾ. ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കുക. അടുത്ത ക്ലാസ്സിൽ മറ്റു ചില മീനിങ്ങുകളോട്ട് വരാം. പിന്നെ 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലുള്ള എല്ലാ കുട്ടികളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തേക്കുക. കാരണം എല്ലാ സബ്ജക്റ്റുകളുടെയും ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ.